യാത്രകൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താണ് ഒരു കുഞ്ഞൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്ന്. ജസ്റ്റ് ഇന്നിപ്പോൾ എണീക്കാൻ ലേറ്റായി. ഇന്നിപ്പോൾ ഇവിടെ വീക്കെൻഡ് ആണെന്ന്. അപ്പോൾ പിന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അതുകഴിഞ്ഞിട്ട് പിന്നെ ഈ ആഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. ഇപ്പോൾ അതേ സമയം 12:15 നമ്മൾ എവിടെ പോകാൻ ഇറങ്ങുകയാണെങ്കിലും കറക്റ്റ് ഈ സമയമാവേ. കറക്റ്റ് നട്ടുച്ചയ്ക്ക് ഇറങ്ങുള്ളൂ. പിന്നെ ഇവിടെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അത്ര വെയിലില്ല, കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. നമ്മളങ്ങനെ ഇതേ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബെൽറ്റിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. അപ്പോൾ എനിക്കൊരു ബെൽറ്റ് വേണമായിരുന്നു. അപ്പം ഞാനത് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ അതേ കുറേ സൺഗ്ലാസസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മതും ഓരോന്നും എടുത്ത് അവിടെ മറ്റേ സോങ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചിങ്ങനെ ഭയങ്കര സ്റ്റെപ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ കണ്ടിട്ട് അവൾ ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയിട്ട്, പക്ഷേ ഇത് അമ്മ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷോപ്പിൽ മറ്റേ സോങ്ങൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമോയെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. പറഞ്ഞാലും കറക്റ്റ് ക്ലിയർ ആയിട്ട് കേൾക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ലേ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതേ അപ്പയും മോളും കൂടിയായി ട്രൈ ചെയ്യല്. രണ്ടുപേരും ഓരോ പോസൊക്കെ ചെയ്ത് അപ്പനെയും കൊണ്ട് അമ്മയാണ് കേട്ടോ അതൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പടെ ടേൺ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അടുത്തത് എനിക്കായി പണി. ഞാനിപ്പോൾ ഇവിടെ ബെൽറ്റ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോന്നെടുത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. കുറേ വെറൈറ്റി ബെൽറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നിട്ട് കഴിയുമ്പോൾ അമ്മ എന്നെ ഓരോ സ്റ്റെപ്പ് കാണിച്ചിട്ട് അതുപോലെ കാണിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ ഇതുവരെ അവിടെ നിന്ന് വന്നിട്ടില്ല കേട്ടോ. ഗ്ലാസ് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുവരെ ആളുടെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഷോപ്പിൽ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ഷൂ, ബാഗ്, സോക്സ്, അതുപോലെ ആക്സസറീസ്, ഡ്രസ്സ്, എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. പക്ഷെ അത് ഇട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അത്ര സുഖമില്ല. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് എന്നിട്ട് ഞാൻ എടുത്തത്. അത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു ഈ ബ്ലാക്കിനേക്കാളും. അതിൻ്റെ പിന്നത്തെ ഇങ്ങനെ ഹെയർ ആക്സസറീസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മളങ്ങനെ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി. ഇതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ. എനിക്ക് ഇതിനോടൊന്നും അത്ര ഇങ്ങനെ താല്പര്യമുള്ള ഒരാളല്ല. ഞാനിങ്ങനെ അധികം ഹെയറിൽ പരീക്ഷണങ്ങൾ ചെയ്യാത്ത ഒരാളാണ്. പിന്നെ ഇങ്ങനെ ഹെയർ ബാൻഡ്സ് അമ്മൂനൊക്കെ ഇങ്ങനെ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. അതല്ലാതെ ഞാനങ്ങനെ ഹെയറിൽ അങ്ങനെ ഒരുപാട് ആക്സസറീസ് ഒന്നും വെക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് പിന്നെ നമ്മളതൊന്നും വാങ്ങിച്ചില്ല. അതുകഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും. എനിക്ക് ഷോപ്പിംഗ് ഇഷ്ടമാണ്. പക്ഷേ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ എനിക്കങ്ങനെ വാങ്ങണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ട് നടന്നാലും മതി. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഷോപ്പിങ്ങിന് പോയിട്ട് ജസ്റ്റ് ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്താലും മതി. പക്ഷെ എനിക്കിങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? നിങ്ങൾ എന്നെപ്പോലുള്ള ഒരാളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ കേട്ടോ. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുക. അമ്മ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലൊക്കെ പോയി കണ്ടുപിടിച്ചിട്ട് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പിന്നെ വിൻ്റർ തീർന്നതുകൊണ്ട് നമുക്ക് അത്ര കട്ടിയുള്ള കോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ജാക്കറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഡെയിലി കമ്പനിയിൽ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പ്. അപ്പോൾ അത് നമ്മളിങ്ങനെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതൊക്കെ എന്താണ് നമ്മുടെ ബീച്ച് സൈഡ് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അതേ അമ്മു ഒരു ഡ്രസ്സ് അമ്മുവിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഇനി അതിൻ്റെ തന്നെ കളർ ചേഞ്ചുകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം അപ്പം എടുത്തതും ഒരെണ്ണം അമ്മ എടുത്തതാണ്. അപ്പോൾ അതിൽ ഏത് വേണം എന്നുള്ള കൺഫ്യൂഷൻ. രണ്ടും സെയിം കളർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇട്ട് നോക്കിയിട്ട് ഏതാ നല്ലതെന്ന് വെച്ചാൽ അത് എടുക്കാമെന്ന് ഓർത്തിട്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ വേറൊരെണ്ണം കണ്ടു. അപ്പോൾ അതും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഡ്രസ്സ് കൂടെ. അപ്പോൾ എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതും കൂടെ എടുത്തു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് അങ്ങനെ വലിയ റേറ്റും ഇല്ല കേട്ടോ. അധികം റേറ്റിൽ ഒരുപാട് കുറവ് എന്നല്ല, എന്നാലും കുറച്ചുകൂടി റീസണബിൾ ആണ്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഷോപ്പിലുള്ള എല്ലാ ഡ്രസ്സിനുള്ളത്. ഒരുപാട് വെറൈറ്റി ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഉണ്ട്. അങ്ങനെ നമ്മളത് ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതേതോടെ ആക്സസറീസിൻ്റെ സ്ഥലത്തെത്തി. ഇതേ കൊന്ത പോലെ കിടക്കുന്നുണ്ട്. പക്ഷേ കൊന്തയുടെ അത്ര മണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അമ്മ ഒരെണ്ണം ഇട്ടിട്ട് വന്നു. ഇത് പക്ഷേ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതെടുത്തില്ല. ആക്സസറീസ് ഞാൻ പറഞ്ഞില്ലേ ഒരുപാടുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ എല്ലാം ട്രയൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് ആ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നു. ഏതാ വേണ്ടത്? അതാ
പിന്നെ നമ്മളിങ്ങനെ ഹാറ്റിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ട് കുറേ ഹാറ്റൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയേ. പക്ഷേ എല്ലാം അമ്മൂൻ്റെ മുടിയിൽ കുരുങ്ങായിരുന്നു, അങ്ങനത്തെ ടൈപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മളിത് എടുത്തില്ല കേട്ടോ. അമ്മൂനൊരു കംഫർട്ടായിട്ട് തോന്നിയില്ല, ഭയങ്കരമായിട്ട് മുടിയിലൊക്കെ കുടുങ്ങി വേദന എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുത്തില്ല. അങ്ങനെ 3 പേർക്കും 3 ഡ്രസ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ന്യൂയോർക്കറിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ ഇറങ്ങി ഇനി ഇവിടെ H&M, C&A അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷിച്ചേട്ടൻ ബനിയനെ കുറിച്ച് എന്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഷോപ്സിലും 30%, 50% ഒക്കെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഈ കടയിൽ കയറി നമ്മളൊന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള വല്ല സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന്. പക്ഷേ അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നൊന്നും എടുത്തില്ല, ഇങ്ങനെ ഇറങ്ങി പോകുന്നു. പിന്നെ നമ്മളിതേ നേരെ താഴോട്ട്, നമുക്ക് ട്രോളി ബാഗ് വേണമായിരുന്നു. കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാൻ എളുപ്പമാണല്ലോ. നമ്മളിത് ഇപ്പോൾ ഒരു സ്പോർട്സിൻ്റെ കടയിൽ വന്നേക്കാണ് കേട്ടോ. ഒരു ഷൂ നോക്കാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നേക്കാം, സ്പോർട്സിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ല എല്ലാ ഷോപ്പിലും അത്യാവശ്യം സെയിലുണ്ടെന്ന്. അപ്പോൾ ഇവിടെയും 30% സെയിൽ എല്ലാ ഐറ്റത്തിലും ഉണ്ടായിരുന്നു. നമുക്ക് ബാഡ്മിൻ്റൻ്റെ ഷൂ ആണ് കേട്ടോ വേണ്ടിയിരുന്നത്. പക്ഷെ അത് കറക്റ്റ് കിട്ടിയില്ല. ആകെ 2 ടൈപ്പ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാഡ്മിൻ്റൻ്റെ ഷൂസ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അമ്മൂത് ഇവിടെ ഇങ്ങനെ ബോൾസ് കണ്ടപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ബോളിനൊരു കവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൂത് ബാഗുള്ള ബോൾ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിത് ഷൂവിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടോ. ഷൂ അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം നമ്മുടെ ലാംഗ്വേജാണ് കേട്ടോ. കുറച്ച് പേര് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സെയിൽസ്മാനേ ഉള്ളൂ, ബാക്കി ഫുൾ ഫ്രഞ്ചാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു പ്രശ്നമാണ് ഷോപ്പിങ്ങിന് പോയിട്ടിപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു സാധനമൊക്കെ ചോദിച്ച് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ചെറിയൊരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ അതായത് ഈ സാധനം നമുക്ക് പാർക്കിൽ പോകുമ്പോൾ നമുക്കിത് കളിക്കാൻ പറ്റും കേട്ടോ, മറ്റേ ടേബിൾ ടെന്നീസ് പോലെ. അപ്പോൾ അതും കൂടെ നമ്മൾ വാങ്ങിച്ചു. ഷൂ കിട്ടിയില്ല, അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ ഒരു C&Aയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് നമ്മൾ അവിടെയും കൂടെ ഒന്ന് കയറി നോക്കി കേട്ടോ. അവിടെയും ഓഫർ നടക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഓഫർ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഓഫറിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത്ര കാര്യമായിട്ടൊന്നും ഇഷ്ടമായില്ല. കളേഴ്സൊക്കെ കണ്ടോ. അപ്പോൾ പിന്നെ നമ്മളിങ്ങോട്ട് ഇറങ്ങി. ഈ മോളിൽ അത്യാവശ്യം എല്ലാ ഷോപ്സും ഉണ്ട് കേട്ടോ. ഒരുവിധം എല്ലാ ബ്രാൻഡഡ് ഷോപ്സും ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് മറ്റേ ട്രോളി ബാഗ് വേണമെന്ന്, അങ്ങനെ അത് അന്വേഷിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഓഫറിൽ ആ സാധനം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കന്ന് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അങ്ങനെ ഇന്ന് നമ്മളത് നോക്കി വന്നതാണ്. പക്ഷേ ഇന്ന് വന്നപ്പോൾ ആ സാധനം തീർന്നു പോയെന്ന് തോന്നുന്നു, നമുക്ക് കിട്ടിയില്ല കേട്ടോ ഇവിടെ വന്നിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് മീഗ്രോസിലാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മീഗ്രോസ് ആയിരുന്നു. ഇവിടെ എല്ലാ ബുക്സ് കുട്ടികൾക്കുള്ളത്, കളിപ്പാട്ടങ്ങൾ, സൂപ്പർ മാർക്കറ്റ് ഐറ്റംസ്, ഡ്രസ്സുകൾ, എല്ലാ സംഭവമുള്ള നല്ല വലിയൊരു മീഗ്രോസാണിത്. അപ്പോൾ അതേ നമ്മൾ കുറച്ച് ബോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തത് ക്ലേ ആണ് കേട്ടോ. പല വെറൈറ്റി ക്ലേസിന് അത് പക്ഷേ വെച്ചിരിക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. ഫസ്റ്റ് കണ്ടപ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഒരു ബോട്ടിലെടുത്ത് നോക്കിയപ്പോഴാണ് അത് ക്ലേ ആണെന്ന് നമുക്ക് മനസ്സിലായത്. അത് വെച്ചിരിക്കുന്നത് നോക്കിയേ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ബാക്കി ഉണ്ടായിരുന്ന സ്പേസൊക്കെ അമ്മു ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ താഴെ ഉണ്ടായിരുന്നു ആ റാക്കിലല്ലാണ്ട്. അപ്പോൾ അമ്മു അതൊക്കെ എടുത്ത് അവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ വന്നപ്പോൾ അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു നമ്മുടെ മോട്ടുവിന് വഴി കണ്ടുപിടിക്കാനുള്ള സംഭവമൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു ഗെയിമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3 മണിയൊക്കെ ആയിട്ടോ. ഇപ്പോൾ നല്ല വിശപ്പ് വന്നു. അങ്ങനെ അവിടെ തന്നെ ഒരു മീഗ്രോസിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വന്നേക്കുവാണ്. ഇവിടെ എന്താണ് ബഫേ പോലെയാണ് കേട്ടോ. നമ്മൾ സാധനങ്ങൾ എടുത്തിട്ട് അത് വെയ് ചെയ്തിട്ട് അതിൻ്റെ പൈസ കൊടുക്കുക, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഫുഡ് വരുന്നത്. അമ്മുദേ പോയപ്പോൾ തന്നെ ഡെസേർട്ടിലായിരുന്നു കേട്ടോ അമ്മുവിൻ്റെ കണ്ണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എടുത്ത് ഇപ്പോഴത്തെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ പേ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് എടുത്ത് പേ ചെയ്തിട്ട് പിന്നെ അവിടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മളിതിപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ദേ അമ്മുവിൻ്റെ ഡെസേർട്ട് അവിടെ ഇരിപ്പുണ്ട്. അമ്മ ഫസ്റ്റ് തന്നെ അത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആളത് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് കഴിച്ചതേ ഉള്ളൂ. ആ ഡെസേർട്ടിലായിരുന്നു അമ്മുവിൻ്റെ കണ്ണ് ഫുള്ള്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിംഗ് പിന്നെയും ഇതേ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.